ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മൈസൂറിലോട്ടാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ സൂവിൽ പോകാമെന്ന് വെച്ചു. സൂവിൻ്റെ അടുത്ത് തന്നെ ഒരു കേരള ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ ഓർഡർ ചെയ്തത് പ്ലെയിൻ ദോശ, മസാല ദോശ, ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സൂവിൽ കയറി. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് റേറ്റ് കേട്ടോ. കയറിയപ്പോൾ തന്നെ മയിലുണ്ടായിരുന്നു, പിന്നെ തത്തകൾ, ലവ് ബേർഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഈ കുരങ്ങന്മാർ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട് സൂവിൽ. നമുക്ക് 100 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെ അടിയിൽ അതിൻ്റെ ലൈഫ് സ്പാൻ, ഏത് സ്പീഷ്യസ് ആണ്, എത്ര ഇതുവരെ അവർ ജീവിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നിൻ്റെയും സൈഡിൽ ബോർഡ് വെച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്പീഷീസിൽപ്പെട്ട ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് തത്തകൾ, പിന്നെ ഒരുപാട് ഈ ഈകളില്ലേ, പരുന്ത്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് പുലിയും സിംഹവും ഒക്കെ. പക്ഷെ അതൊന്നും ക്യാമറയിൽ എടുത്താലൊന്നും നല്ലോണം കാണാൻ പറ്റത്തില്ല, അതൊക്കെ നല്ല ദൂരെയാണ്. ഞങ്ങൾ വന്നപ്പം 2 പുലിയൊക്കെ ഉള്ളായിരുന്നു, 2 പുലി പിന്നെ 2 സിംഹം. പക്ഷെ ഞാനിതിന് മുമ്പേ വന്നപ്പം ഒരുപാട് പുലികളും ഒരുപാട് സിംഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ സൂവിൽ. അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരുപാട് സ്പോട്ടുകളുണ്ട്. പിന്നെ ഗൊറില്ല ഉണ്ടായിരുന്നു, ഒറാങ്കുട്ടാൻ ഗൊറില്ല തന്നെ പല വെറൈറ്റി സ്പീഷ്യസിലുള്ള ഗൊറില്ലകളുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ഗൊറില്ല ഉണ്ടായിരുന്നു കേട്ടോ. ആ വലിയ ഗൊറില്ല ഇടാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ഒരു റൂം, പിന്നെ അതിൻ്റെ ഭക്ഷണങ്ങൾ നല്ല രസമായിരുന്നു. അത് കാണിക്കുന്ന ഓരോരോ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ ചെറിയ ചെറിയ ഗൊറില്ലകളാണ് കേട്ടോ, ഓരോ സ്പീഷ്യസിൽപ്പെട്ടയാന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഗൊറില്ല. അത് ഒരു കേജ് പോലെ അതിനകത്ത് കിടക്കും. പിന്നെ അതിനുള്ള വെജിറ്റബിൾസും പച്ചക്കറികളും ഒക്കെ അതിൻ്റെ നേർക്കിടും. അതിഷ്ടമുള്ളത് വന്നെടുത്ത് തിന്നും. അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ കുരങ്ങിന് ഒരു പേര് പറയുമല്ലോ, എന്തോ ആയിരുന്നു, മറന്നുപോയി ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പേനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഒരു മക്കളെയും ഒരു അമ്മയും എല്ലാം കൂടെ ചേർത്ത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കുട്ടി മങ്കീസും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു. അത് കാണുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് സ്നേക്കിൻ്റെ സെക്ഷനിൽ പോയി. പക്ഷെ ഞങ്ങൾ ടൈം ഇല്ലാത്തതുകൊണ്ട്, കാരണം മൈസൂർ പാലസിൽ 10 മണിയാകുമ്പം പോകണം. അപ്പോൾ ഇത് 8:30 ആയപ്പോഴേ തുറന്നു. അങ്ങനെ ഞങ്ങൾ ഈ ആമകളുടെ സെക്ഷനിൽ പോയില്ല, അത് വേണ്ടാന്ന് വെച്ചു.
പിന്നെ ആമയുടെ സെക്ഷന് മാത്രമേ ഉള്ളൂ പോകാതെ, ബാക്കി എല്ലാ സെക്ഷനും ഞങ്ങൾ നടന്ന് വയ്യാതായി സത്യം പറഞ്ഞാൽ, ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്നേക്കിൻ്റെ സെക്ഷനാണ്, പാമ്പുകളുടെ സെക്ഷനും പിന്നെ ചേരകളുടെ സെക്ഷനുമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനത് കണ്ടു നോക്കണേ. പിന്നെ ലാസ്റ്റ് ദേ നമ്മൾ ജിറാഫിനെയും സീബ്രയും ഒക്കെ കണ്ടു കേട്ടോ. ജിറാഫ് എന്തൊരു വലിയ ജിറാഫാണ്, ടാലസ്റ്റ് ആനിമൽ അല്ലേ, അതുപോലെ തന്നെ. അങ്ങനെ പിന്നെ സീബ്ര എടുക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോയിൽ നല്ല കിട്ടത്തുമില്ല, അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഇല്ല. അതാണ് ഞാൻ പിന്നെ ഇതിൽ ആഡ് ആക്കാഞ്ഞത്. പിന്നെ നമ്മൾ നേരെ ഈ മൈസൂർ പാലസിലോട്ട് കേട്ടോ. ഇതാണ് മൈസൂരിൻ്റെ ഫ്രണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ഫീസ് കേട്ടോ. ഇനി മൈസൂരിൽ പാലസിൽ പോകാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ മൈസൂർ കൊട്ടാരം എന്ന് പറയുന്നത്. 1399 ഈ ഒഡയാർ എന്ന് പറഞ്ഞ ഒരു രാജവംശം വസതിയായിരുന്നു ഈ മൈസൂർ കൊട്ടാരം എന്ന് പറയുന്നത്. ഈ പുള്ളി വന്ന് മൈസൂരിൽ സ്ഥിരതാമസമാക്കി, പിന്നെ ഈ പുള്ളി രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഈ പണ്ട് ഈ കൊട്ടാരം തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. എന്തോ ഒരു 19-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു. 19-ാം നൂറ്റാണ്ടിലൊരു വിവാഹ ചടങ്ങിനിടെ തീപിടുത്തം ഉണ്ടായി, അങ്ങനെ ഇത് കത്തി നശിച്ചു. പിന്നെ ഉണ്ടാക്കിയതാണ് ഈ കൊട്ടാരം. ഒരുപാട് വർഷം എടുത്തു ഇത് പുതുക്കി പണിതാൻ. ഇപ്പോൾ ഈ കൊട്ടാരം എന്ന് വെച്ചാൽ ഗ്രാനൈറ്റും മാർബിളും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഈ കൊട്ടാരത്തിന് 3 നിലകളുണ്ട്, അതുപോലെ തന്നെ 3 ഗേറ്റുകളുണ്ട്. അതിൽ ഒരു ഗേറ്റ് മാത്രമേ നമുക്ക് വേണ്ടി അവർ തുറന്നിട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് നടന്ന് കാണാൻ ഒരുപാട് നടക്കാനുണ്ട് ഈ കൊട്ടാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫാമിലിയൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ പറഞ്ഞാൽ ആദ്യം ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ പ്രിൻ്റ് തരും. എനിക്കൊന്ന് റേറ്റ് 50 or 100 അങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ മൈസൂരിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.